കുശുമ്പ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്, ശനിയാഴ്ച കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ആദ്യക്കുട്ടന് സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ആട്ടോ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 months ഒക്കെ കൂടുമ്പോൾ എല്ലാം ഇങ്ങനെ എക്സാം വെക്കും കേട്ടോ, യൂണിറ്റ് ടെസ്റ്റ് പോലെ. എന്നിട്ട് അതിനെല്ലാം പേരൻസ് മീറ്റിംഗ് നടത്തും കേട്ടോ. അപ്പം രാവിലെ കൊണ്ട് 8 മണി ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെല്ലാം ഏറ്റുപിടിച്ച് വന്നപ്പം 10 തൊട്ട് ഇവർക്ക് പേരൻസ് മീറ്റിംഗ് തുടങ്ങുന്നത്, 9:30 തൊട്ട് തുടങ്ങും. അപ്പം ഞങ്ങൾ ഡേറ്റ് വന്നതേ ആദ്യക്കുട്ടൻ ഇന്ന് അയ്യോ മൂക്കടയുന്നതെന്നും പറഞ്ഞ് കാറിക്കൊണ്ടോ കേട്ടോ. ഒരു തൊണ്ടവേദനയും മൂക്കടപ്പും ഒക്കെ ഇന്നലെ തൊട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഞാൻ സ്കൂളിൽ കുളിപ്പിച്ചിട്ടാണ് വിട്ടത്. അപ്പം അതിൻ്റേതാണെന്ന് തോന്നുന്നു, അവനൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പം അവനൊരു ചെറിയ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സില്ലി കേട്ടോ, ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടവും കരച്ചിലും ഒക്കെ കൂടും. അങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പം മൂക്ക് കടഞ്ഞാലും ഇക്കിള് വന്നാലും എല്ലാം ഇങ്ങനെയാണ്. അവർ കരഞ്ഞോണ്ടാണ് രാവിലെ നേറ്റ് വന്നത്. അവൻ ആദ്യം എഴുന്നേറ്റതും കേട്ടോ, അത് കഴിഞ്ഞാണ് ഞങ്ങൾ എഴുന്നേറ്റത്. അങ്ങനെ അവന് വിക്സും ഒക്കെ തേച്ച് കൊടുത്ത് ഞാൻ ആ കട്ടനൊക്കെ ഒന്ന് വലിച്ചിട്ട് വെട്ടമൊക്കെ ഒന്ന് ആക്കി. എന്നിട്ട് പിന്നെ നേരെ ഞങ്ങൾക്ക് ചായ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി ചായ കുടിക്കണം, ഫുഡ് കഴിക്കണം, പിന്നെ നേരെ സ്കൂളിൽ പോകണം. 8 മണിയായി എഴുന്നേറ്റപ്പോൾ തന്നെ. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാനിവിടെ എന്തേലും വേണോ, ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും വേണ്ട. എന്നാലും ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് ഈ 2 ഗോതമ്പ് ദോശ കഴിക്കാവുന്ന എല്ലാവരും വാക്ക് തന്നിട്ട് ഞാൻ ഗോതമ്പ് ദോശ ചൂടാൻ പോവുക കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്രൂ കാപ്പിയാണ് എടുത്തത്. ഞാനിങ്ങനെ പെട്ടെന്ന് എടുക്കുക, അതായത് അങ്ങോട്ടെങ്കിലും ഇറങ്ങാനും അല്ലെ മടിയുള്ളപ്പോഴൊക്കെ കേട്ടോ കൂടുതലും ബ്രൂ എടുക്കുന്നത്. കാരണം ചായ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അരിക്കണം, പിന്നെ അരിപ്പ കഴുകണം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ബ്രൂ ആകുമ്പോൾ പെട്ടെന്ന്. പിന്നെ ആദ്യക്കൂട്ടൻ ഇപ്പം ഞാൻ ഒന്നും ഇടാറില്ല, പാല് മാത്രമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ, കുറച്ച് വെള്ളവും ചേർത്ത്. കാരണം അവനന്ന് ആ വയറ് ഒക്കെ പ്രശ്നം, വോമിറ്റിങ്ങും ഒക്കെ വന്നേ പിന്നെ ഇച്ചിരി എല്ലാം ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ പാലായിട്ടോട്ടോ അവന് കൊടുക്കുന്ന കൂടുതലും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുത്ത് കുടിച്ച് പിന്നെ ഗോതമ്പ് ദോശ ചുടുക കേട്ടോ. അപ്പം ഗോതമ്പ് ദോശ എണ്ണ ചുട്ട പോലെ എല്ലാവർക്കും 2 എണ്ണം വെച്ചു, പിന്നെ ഒരെണ്ണം എക്സ്ട്രായും ചുട്ടേക്കാന്നോർത്ത് ആ ഒരു രീതിക്ക് കേട്ടോ. മാവ് കൂടുതലുണ്ടായിരുന്നു, അപ്പം ഞാൻ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ കറക്റ്റ് എണ്ണ അപ്പമായിട്ട് ചുട്ടൊക്കെ എടുത്ത്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചമ്മന്തി ആണെങ്കിലും ഞാൻ തലേ ദിവസമേ തന്നെ എല്ലാം അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നേരെ താമസിച്ചിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് പോകാൻ പറ്റും. അപ്പോൾ ഈ ഗോതമ്പ് ദോശ ചുട്ട് കഴിഞ്ഞപ്പോഴത്തേനും കണ്ടോ, ഒരു മനുഷ്യനും വേണ്ട. ഞാനും ആദ്യക്കുട്ടനും കൂടെ 2 എണ്ണം എടുത്തിട്ട് ഒരു വിധത്തിൽ കഴിച്ച് തീർത്ത്. ഇനി 5 ദോശ ഇരിപ്പുണ്ട്, വെറുതെ ആർക്കും വേണ്ട. ഹസ്ബൻഡ് എന്നെ പറ്റിച്ചു, ദോശ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ദോശയും വേണ്ട. കഴിക്കുന്ന രാവിലെ ഓഫീസിൽ പോകുമ്പോഴാണ് എന്നതേലും ഒന്ന് കഴിച്ചിട്ട് പോകുന്നത്. വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴോ അല്ലെ എങ്ങോട്ടേലും ഇറങ്ങുമ്പോഴോ ഒക്കെ ഇവിടെ ആർക്കും ഫുഡ് വേണ്ട. എനിക്കാണേലും അതെ, ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അങ്ങനെ ഞാനും അവിടെ ഇരുന്ന് 2 ദോശ കഴിച്ച് വെറുതെ അതെല്ലാം കളഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ ഒരുങ്ങാൻ കയറി കേട്ടോ. അപ്പം എൻ്റെ കുഞ്ഞു മേക്കപ്പ്, എനിക്ക് കണ്ണെഴുതും, പിന്നെ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യും, പിന്നെ ലിപ്സ്റ്റിക്ക്, ഇത്ര സാധനമുള്ളൂ കേട്ടോ. പിന്നെ പൊട്ട്, ഇത്ര സാധനം ചെയ്യും. പിന്നെ ചിലപ്പോൾ ഞാൻ പൗഡറൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ചില സമയം ഇടും. ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്കൂളിലൊക്കെ പോകുന്നതല്ലേ ഓർത്തിട്ട്. അല്ലെന്നുകൊണ്ട് ഇടത്തില്ല, കാരണം ഈ ഇടയ്ക്കൊക്കെ ഇട്ടേൻ്റെ ഇപ്പം മുഖത്ത് നല്ല രീതിയിൽ ബൾജ് ചെയ്തിരിപ്പുണ്ട് ഇതൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഡെയിലി യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമൊന്നും വരത്തില്ല. ഞാനിങ്ങനെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മുഖത്തെല്ലാം പിമ്പിൾസ് എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ വീണ്ടും. അങ്ങനെ എന്തായാലും ഞാൻ റെഡിയായി. ആദ്യക്കുട്ടനെ ആദ്യം തന്നെ ഞാൻ റെഡിയാക്കി കേട്ടോ, എന്നിട്ടാണ് ഞാൻ റെഡിയായത്. അപ്പോൾ ഈ ഡ്രസ്സ് ഞങ്ങൾ എല്ലാവരും കൂടെ നാട്ടിൽ നിന്ന് കുറച്ച് അമ്പലങ്ങളിൽ പോയപ്പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡ്രസ്സാട്ടോ. എന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്നാണ് ഇടുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ ആ ബാഗാണെങ്കിലും പുതിയതാട്ടോ, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നിപ്പോൾ പോകുമ്പോൾ എടുക്കാമെന്നോർത്ത് അങ്ങനെ ആദ്യമായിട്ട് അതും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇച്ചിരി സൈസ് ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്നതും ബൈക്കിനാണ്, അപ്പോൾ സാധനമൊക്കെ വെക്കാനും. അപ്പോൾ പിന്നെ സുഖമായിട്ട് ഇതിനകത്താകുമ്പോൾ ഇവൻ്റെ ഒരു കുപ്പി വെള്ളവും ഒരു ജോഡി ഡ്രസ്സും കവറും എൻ്റെ ഫോണുകളും എല്ലാം വെക്കാമല്ലോ എന്നോർത്ത് അങ്ങനെ ഇന്ന് ആ ബാഗ് ഉദ്ഘാടനം ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഹെൽമെറ്റ് അങ്ങ് എടുത്ത് പിടിച്ചല്ലെന്നുണ്ടെങ്കിൽ അത് മറന്നു പോകും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ്. നമുക്ക് എൻ്റെ ചെരുപ്പ് കാണുമ്പോൾ കുശുമ്പ്, ക്രോക്സ് ഇടാൻ പറ്റാത്തതിൻ്റെ. എന്തിയുടെ കീ എന്തിയേ താ.
അങ്ങനെ ഞങ്ങൾ ആദ്യക്കുട്ടിൻ്റെ സ്കൂളിൽ ചെന്നു. പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ, തൊട്ടടുത്താണല്ലോ. അങ്ങനെ സ്കൂളിൽ ചെന്നു, ടീച്ചേഴ്സിനെ കണ്ടു, ആദ്യക്കുട്ടിൻ്റെ മാർക്സും പിന്നെ അവർ ചെയ്ത വർക്കുകളും അങ്ങനെയെല്ലാം നമ്മൾക്ക് ഇവർ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഫയൽ നമ്മളെ കൊണ്ട് മേടിപ്പിക്കും കേട്ടോ. എന്നിട്ട് പിള്ളേരുടെ പേരുമൊക്കെ എഴുതി നമ്മൾ അവിടെ കൊടുക്കണം. അപ്പം ഇവരുടെ ഈ വർഷത്തെ ഫുൾ ഇങ്ങനെ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും പേപ്പേഴ്സും മാർക്കിൻ്റെയും എല്ലാം ഇങ്ങനെ അവർ അതിനകത്ത് വെച്ചേക്കും കേട്ടോ. അപ്പം നമുക്ക് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ അതെല്ലാം ഇങ്ങനെ കാണാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം സ്കൂളെല്ലാം അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെല്ലുന്ന ടൈമിൽ ആ ഫയൽ നമുക്ക് തന്നു വിടും കേട്ടോ. അപ്പം നമുക്ക് അത് നല്ലൊരു കാര്യം. ആ വർഷത്തെ ഫുള്ള് നമ്മുടെ കുട്ടി ചെയ്ത സ്കൂളിലെ കാര്യങ്ങളും അവരുടെ മാർക്സും എല്ലാം നമ്മുടെ കയ്യിലുണ്ടാകും കേട്ടോ. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ കാര്യം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഈ വർഷത്തെ ഇതുപോലെ കിട്ടും. അപ്പം അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുമ്പോൾ നല്ലതുണ്ട്, വലുതാകുമ്പോൾ പിള്ളേർക്കും കാണാം. അങ്ങനെ നമ്മളിത് വീണ്ടും കറക്കത്തിന് ഇത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. അപ്പം ഇനിയിപ്പോൾ നമുക്കൊന്ന് ഒരു കറക്കം നടത്താമെന്നോർത്ത് ഇറങ്ങി കേട്ടോ. കാരണം വീട്ടിൽ ഇരുന്നിട്ടും ചുമ്മാ ഇരിക്കുവാണല്ലോ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് നാളായി ഇങ്ങനെ ഇറങ്ങിയിട്ടും. അപ്പം ചുമ്മാ ഒന്ന് കറങ്ങാം, പിന്നെ പുറത്തുനിന്നൊന്ന് ഫുഡ് അടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ആദ്യമേ കണ്ട വഴി കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു ഊടുവഴികൾ, ഇങ്ങനെ പല ടൈപ്പ് വഴികളുണ്ട് കേട്ടോ. അതൊരു കുഞ്ഞു ഊടുവഴിയാണെന്നുണ്ട്. ഇത് മെയിൻ മെട്രോയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വഴികൾ കണ്ടില്ലേ, ഭയങ്കര തിരക്കായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ. എന്നാൽ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് വേറൊരു ടൈപ്പ് റോഡ് അല്ലേ, നല്ല ഏറ്റവും ഭംഗിയുള്ള ഇവിടെ കേട്ടോ, കാണാൻ നിറയെ മരങ്ങളും. മെട്രോ ഒന്നും ഇങ്ങോട്ട് വരാത്ത ഒരു ഏരിയ കേട്ടോ. ഇതാണെങ്കിൽ ഇവിടുത്തെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ പറഞ്ഞത്, എനിക്കറിയില്ല ആന്ന് തോന്നുന്നു. നല്ല ഇവിടെ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ സകല ബ്രാൻഡഡ് സാധനങ്ങളുടെയും ഷോപ്പ് രണ്ട് സൈഡിലും ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കോസ്റ്റ്ലി ഏരിയ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ ഇതൊരു വിശാൽ മാർട്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ആയിരുന്നു നേരത്തെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലായിരുന്നു. അപ്പോൾ ഈ വിശാൽ മാർട്ടിലായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ പോയ സ്ഥലത്തൂടെ, നേരത്തെ നമ്മൾ താമസിച്ച സ്ഥലത്തൂടെ ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ആണല്ലോ. അങ്ങനെ ദേ അവിടെ കടന്ന് പോയി നമ്മൾ മലയാളികളുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് വന്നുകൊണ്ടിരുന്നതായിരുന്നേ. അപ്പോൾ ഇന്ന് അവിടെ പോയി തന്നെ ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് വന്നു. ഇവിടാണെ കണ്ടു നിറച്ച് നമ്മുടെ ഓരോ സ്ഥലങ്ങളുടെ, ഓരോ മലപ്പുറം എല്ലാം ഓരോ സ്ഥലങ്ങളെ പറ്റി എഴുതിയേക്കുന്നത്. പക്ഷെ കോട്ടയത്തിൻ്റെ ഉണ്ട്, അത് കൊച്ചി എല്ലാം ഉണ്ട്. എനിക്ക് കോട്ടയത്തിൻ്റെ മാത്രം എടുക്കാൻ പറ്റിയില്ല. തിരുവനന്തപുരം എന്നങ്ങാണ്ടോ കേട്ടോ എഴുതിയേക്കുന്നത്, എന്തുവാണോ എന്നാണേലും എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ കോട്ടയത്തിൻ്റെതും ഉണ്ട് ഇവിടെയൊക്കെയോ. അപ്പോൾ ഇങ്ങനെ മലയാളമൊക്കെ എഴുതി ഇവിടെ കാണുമ്പോൾ ഒരു രസം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഒരു അബദ്ധത്തിന് ഞാനൊരു പൊറോട്ട രണ്ടെണ്ണം കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പറയേണ്ടിയിരുന്നില്ല, കാരണം ആദ്യക്കുട്ടനെ പൊറോട്ടയും ഒന്നും കൊടുക്കരുത്, മൈദ ഒന്നും കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാം നല്ല രീതിക്ക് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കടയിൽ വന്നപ്പോൾ എൻ്റെ ഫേവററ്റ് സാധനമാണ് കേട്ടോ എൻ്റെ ആദ്യക്കുട്ടൻ്റെ പൊറോട്ടയും ചിക്കൻ ചട്ടി നടന്നു. അപ്പോൾ ഇവന് ഇടിയപ്പവും ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, ഇവന് ഇടിയപ്പവും കറിയും കഴിച്ചോളാം എന്നും കൂടെ പറഞ്ഞിട്ടാണ് നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ പറ്റി, കൊച്ചല്ലേ, അവന് ഫേവററ്റ് സാധനം പൊറോട്ട. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ കൈയിടാൻ തുടങ്ങി കേട്ടോ. പിന്നെ ശകലം പൊറോട്ട ഉണ്ട്, അതാ നോക്കുന്നത് കേട്ടോ, ഞാൻ കഴിച്ച് തീർക്കുവാണെന്നുള്ള ഇതിൽ ആദ്യം വിഷമിച്ച് നോക്കുന്നത്. പിന്നെ നമ്മൾ പൊറോട്ടയും അതുപോലെ ഇടിയപ്പവും പിന്നെ എന്താ ഒരു ഊണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മീനിൻ്റെ എന്നാ ഇതിന് പറയുന്നത്, വാഴയില പൊള്ളിച്ചത്. ഇതേതോ ഒരു വലിയ മീനായിരുന്നു കേട്ടോ. വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചൂടൊക്കെ ഉണ്ടായിരിക്കും എന്ന് ഓർത്തിട്ട് ഇങ്ങനെ തൊടാതിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കൈയിട്ടപ്പോഴത്തേനും ചൂടില്ല കേട്ടോ വലുതായിട്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല അടിപൊളി ഊണിന്ന് ഞാൻ കൈയിട്ട് വാരി കേട്ടോ. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്താണ് കഴിച്ചത്. അത് ഞാൻ പറഞ്ഞ 2-3 ഐറ്റം ആയിട്ട് നമ്മളെപ്പോഴും മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യുമല്ലോ. മറ്റേ ഞങ്ങൾ ഇങ്ങനെ വാങ്ങത്തില്ലായിരുന്നു, വാങ്ങുമ്പോൾ എല്ലാവരും ഒരു സാധനം തന്നെ അങ്ങ് വാങ്ങും, അങ്ങനെയായിരുന്നേ. അപ്പോൾ അതെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഹാപ്പി ആയി കേട്ടോ. നല്ല ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസയും കൊടുത്ത് അഴുക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ കയറണ്ടായിരുന്നു എന്നൊരു തോന്നലാണല്ലോ. അങ്ങനെ ആദ്യക്കുട്ടിയൊക്കെ ഇതേ മടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ അടച്ച് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നേരെ, വേറെ പണിയൊന്നുമില്ല, ഇനിയും കുറേ നേരം കൂടെ ബൈക്കിലൊന്ന് കറങ്ങണം. അപ്പോൾ ഇതൊരു ജ്യൂസ് കട കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ ആദ്യത്തെ കട കയറിയപ്പോൾ അവിടെ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അതേ കയറിയപ്പോൾ ഇതൊരു മലയാളികളുടെ കട. അപ്പൂപ്പനൊരു അങ്കിളൊരു മലയാളി കേട്ടോ. അപ്പോൾ അവിടെ കയറി അച്ഛനും മോനും പൈനാപ്പിൾ ജ്യൂസും, എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ ഇവരുടെ നിർബന്ധം കൊണ്ട് ഞാനൊരു ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു കേട്ടോ. അത് ഞാനൊരു 2-3 സിപ്പ് എടുത്തിട്ട് ഇവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല ജ്യൂസായിരുന്നു കേട്ടോ. എന്താ വർക്കീസ് അങ്ങനെ എന്തോ കേട്ടോ റെസ്റ്റോറൻ്റ് ആയിരുന്നോ അങ്ങനെ എന്തോ കേട്ടോ കടയുടെ പേര്. അവിടെ ഏത്തയ്ക്കാപ്പവും നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ജ്യൂസ് പക്ഷേ കുടിച്ചപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ ആ ചൂടത്ത് ബൈക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടായിരിക്കും പെട്ടെന്നൊരു തണുപ്പ് വന്നപ്പോൾ നല്ല സുഖം. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഫ്ലാറ്റിലെത്തി കേട്ടോ. അയ്യോ, ഇനിയിപ്പം
ഫ്ലാറ്റിലെത്തി. ഇനിയിപ്പോൾ കുറേ നേരം ഒന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ ഉള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ നേരെ വരുന്നത്. കാരണം നല്ലതായിട്ട് ക്ഷീണിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ മുടിയൊക്കെ അങ്ങനെ കെട്ടിവെച്ചേക്കുന്നത്, മുടി ഓൾറെഡി മുടിയില്ലല്ലോ, അത് മൊത്തം പറന്ന് പറന്ന് ചെടയാവാൻ തുടങ്ങി. അപ്പം ഞാൻ ബൈക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ കെട്ടിവെച്ചതാട്ടോ. അതാകുമ്പോൾ പിന്നെ പറക്കത്തില്ലല്ലോ, അങ്ങനെ കിടന്നോളുമല്ലോ. അങ്ങനെ ഞങ്ങളിതേ വീട്ടിൽ കയറി. ഇനിയിപ്പം കുറേ നേരം കിടന്നുറങ്ങിയിട്ട് ഏറ്റവും വന്നൊരു സീനാണ് കേട്ടോ ഇത്. അവനെ മുഖമെല്ലാം ഒരുമാതിരി വന്നു കഴിഞ്ഞാൽ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടായിരുന്നു കേട്ടോ കിടന്നത്. കാരണം ഒരു കാട്ടുമാക്കം പോലെ ആയിട്ടുണ്ടായിരുന്നു, മുഴുവൻ ഒരുമാതിരി കാറ്റ് വടിച്ച്. അങ്ങനെ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനിത് രാവിലെ എല്ലാം ദോശയുടെ പാത്രവും എല്ലാം കഴുകി വെച്ചിട്ടായിരുന്നു പോയത്. പിന്നെ ഇത് ഞാൻ തലേ ദിവസത്തെ ഇങ്ങനെ വെള്ളം വലിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നേ. എണ്ണ ഒഴിച്ച് വെക്കുന്ന ഒരു കുഞ്ഞി പാത്രവും ഇങ്ങനെ മിച്ചം വരുന്ന എണ്ണ അങ്ങനെയൊക്കെ. അങ്ങനെ അതെല്ലാം കഴുകി ചായ എടുക്കാൻ നോക്കിയപ്പോഴാണ് പാലില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് മറന്നുപോയായിരുന്നു. ഈ കറക്കം എല്ലാം കറങ്ങിയിട്ട് വന്നിട്ട് പാല് വാങ്ങിച്ചില്ല. പിന്നെ ദേ ഞങ്ങളൊരു കട്ടൻ ചായയും ഒരു കട്ടൻ കാപ്പിയും എടുത്തു കേട്ടോ. ആദ്യക്കുട്ടൻ ഒന്നും എടുത്തിട്ടുമില്ല. ഇനിയിപ്പോൾ പാല് ഓർഡർ ചെയ്യണം, വന്നിട്ട് ആദ്യക്ക് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പം ഞാനിപ്പോൾ കുറച്ചായിട്ട് കട്ടൻ ചായ ആട്ടോ കുടിക്കുന്നത്. കട്ടൻ കാപ്പി നിർത്തിയിട്ട് ചായയാക്കി. കാപ്പി ചൂടും ചായ തണുപ്പുമാണല്ലോ. അപ്പം എനിക്കിൻ്റെ ഇടയ്ക്കൊരു ഇച്ചിരി വയർ അപ്സെറ്റ് ആയിട്ടൊരു പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അന്നേരമാണ് കട്ടൻ ചായ കുടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാനിപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ കട്ടൻ കുടിക്കുന്ന ടൈമിൽ കട്ടൻ ചായ ആക്കിയേ. നല്ലത്, നമുക്ക് വയറിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളപ്പോഴേ. പിന്നെ നേരെ വേണ്ട 2-3 പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യക്കുട്ടനും ഇഷ്ടമാണ്. അപ്പം ഇതിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ നെയ്യിൽ വറുത്തെടുത്തിട്ട് അത് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനും ആദ്യക്കുട്ടനും കഴിച്ചു. അച്ഛയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളിത് ഇതിങ്ങനെ ആദ്യക്കിങ്ങനെ കുഞ്ഞ് പീസാക്കി ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവനത് ഇതിലങ്ങ് കുത്തി കുത്തി കഴിച്ചോളും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ നാളത്തേനുള്ള കാര്യങ്ങളൂടെ, സത്യം പറഞ്ഞാൽ മടുത്തിട്ടുണ്ടായിരുന്നു. ബൈക്കിൽ കുറേ നാൾ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നേ, കുറേ ദൂരം ട്രാവൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഒത്തിരി നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒരു പുറത്തിനൊക്കെ ഒരു ചെറിയൊരു പിടുത്തം പോലൊക്കെ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. എന്നാലും നാളത്തേനുള്ളതും ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേണ്ട ഞാൻ ഓർഡർ ചെയ്ത പഴവും ഇതുമൊക്കെ വന്നു കേട്ടോ. 2 ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ ഓർഡർ ചെയ്തായിരുന്നേ, ആർക്കും ഇഷ്ടമാണ്. പിന്നെ ഒരു പനീർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നാളെ ഇവർക്ക് എന്തെങ്കിലും കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. നാളെയല്ല, നാളെ കഴിഞ്ഞ്. ഇതിപ്പം സാറ്റർഡേ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയ്യോടെ ആദ്യക്കുട്ടിനെ കയറ്റി ഒന്ന് ദേഹം കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തല കുളിപ്പിച്ചില്ല, കാരണം അവനെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ വയ്യായിരുന്നു, തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് രാവിലെ ഇച്ചിരി മരുന്നും ഒക്കെ കൊടുത്തിട്ടായിരുന്നു ഞാൻ കൊണ്ടുപോയതും കേട്ടോ. അതുകൊണ്ട് പിന്നെ വന്ന് ദേഹമൊക്കെ ഒന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും കുളിപ്പിച്ചു. പിന്നെ ഞാൻ കൈയോടെ മേടിച്ചുകൊണ്ട് വന്ന ആ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങ് ചേർത്തു. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, വൈറ്റ് ആണോ എന്ന്. ഇവിടെ പിങ്കാണ് എല്ലാവർക്കും ഇഷ്ടം, കാരണം പിങ്കിനാണല്ലോ നല്ല മധുരക്കൂടുതലും. എനിക്കാണെങ്കിൽ വൈറ്റ് കഴിക്കുമ്പോൾ ഒരുമാതിരി വെള്ളരിക്കായൊക്കെ കഴിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഏതായാലും പേടിച്ച് മുറിച്ചെങ്കിലും സാധനം പിങ്ക് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ പിങ്കിന് നമ്മൾ ഉദ്ദേശിച്ച മധുരം ഉണ്ടായിരുന്നില്ല. എന്നാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ, പക്ഷെ ഇതിനത്ര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കൈയോടെ അത് മുറിച്ച് ഞങ്ങളെല്ലാം കഴിച്ചു. പിന്നെ നാളത്തേനുമുള്ള അവിയലിനും ഒക്കെ അങ്ങ് കഷ്ണമെല്ലാം അങ്ങ് അരിഞ്ഞു വെച്ചേക്കും കേട്ടോ. അപ്പം നാളെ ഈ പറഞ്ഞ പോലെ ഏക്കുമ്പോൾ ഇച്ചിരി ലേറ്റ് ആകും. അപ്പോൾ ഫുഡൊക്കെ കറക്റ്റ് സമയത്താകുകയും ചെയ്യും. തലേദിവസം ഇച്ചിരി കഷ്ടപ്പെട്ടെല്ലാം ചെയ്തു വെച്ചാലേ. അങ്ങനെ കയ്യോടെ അതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഉറക്കം എല്ലാവർക്കും ഇന്ന് ലേറ്റ് ആയിട്ട് മതി, കാരണം പകൽ കിടന്ന് എല്ലാവരും നന്നോണം ഉറങ്ങി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ, ബൈ.